ലൈംഗിക പീഡന പരാതിയിൽ കൂടുതൽ തെളിവുകൾ കൈമാറി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള രേഖകളാണ് കൈമാറിയത്. അഭിഭാഷകൻ വഴി ജില്ലാ കോടതിയിലാണ് തെളിവുകൾ നൽകിയത്. മുദ്രവച്ച കവറിലാണ് തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നത്. പെൻഡ്രൈവുകൾ അടക്കമുള്ളവയാണ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, പീഡന പരാതിയിൽ കൂടുതൽ തെളിവുകൾ കൈമാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഡിജിറ്റൽ തെളിവുകളാണ് ഹാജരാക്കിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കാർത്തു അത് തന്നെയാണ്. അതായത് ഡിജിറ്റൽ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ തെളിവുകൾ കൈമാറിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. അതായത് ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള രേഖകളാണ് രാഹുൽ കൈമാറിയിരിക്കുന്നത്. അഭിഭാഷകൻ വഴി ജില്ലാ കോടതിയിലാണ് തെളിവുകൾ നൽകിയിരിക്കുന്നത്. മുദ്രവച്ച കവറിലാണ് തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നത്. പെൻഡ്രൈവുകൾ അടക്കമുള്ളവയാണ് നൽകിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിരോധത്തിലായിരുന്നു രാഹുൽ. ഇന്നലെയൊന്നും കേരളത്തിലുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തി ഈ അപേക്ഷയിൽ ഒപ്പിട്ടു എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം മടങ്ങി. ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇത്തരത്തിൽ തെളിവുകൾ കൈമാറിയിരിക്കുകയാണ്. തന്റെ പക്കലുള്ള തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈമാറിയിരിക്കുന്നത്. ഡിജിറ്റൽ രേഖകളാണ് കൂടുതലും കൈമാറിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പെൻഡ്രൈവുകളാണ് തെളിവായി കൈമാറിയിരിക്കുന്നത്. 9 മുദ്രവച്ച പേപ്പറിലാണ് തെളിവുകൾ കൈമാറിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യത്തിനും കൂടി അദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ട്. ഈ ജാമ്യ ഹർജി അടുത്ത ദിവസം ബുധനാഴ്ചയോടെ പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാർത്തു, ശരി. ലൈംഗിക പീഡന പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ തെളിവുകൾ കൈമാറിയിരിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള രേഖകളാണ് കൈമാറിയിരിക്കുന്നത്. അഭിഭാഷകൻ വഴിയാണ് ജില്ലാ കോടതിയിൽ ഇത്തരത്തിൽ തെളിവുകൾ സമർപ്പിച്ചിരിക്കുന്നത്. മുദ്രവച്ച കവറിലാണ് ഇത്തരത്തിൽ തെളിവുകൾ ഹാജരാക്കിയത്. ബുധനാഴ്ചയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുക. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടം ഹാജരാക്കിയിരിക്കുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.